ഹെർണിയകൾ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? ഹെർണിയകൾ പ്രധാനമായും കാണുന്നത് ഈ പുറത്ത് വരുന്ന ഒരു തടിപ്പായിട്ട്, അല്ലെങ്കിൽ ഈ പുറത്ത് വരുന്ന തടിപ്പിൻ്റെ പുറത്തൊരു വേദന, അതിൻ്റെ പുറത്തൊരു നിറവ്യത്യാസം, ചുവപ്പ് കളറായിട്ട് കാണുക. ഇതൊക്കെ ആയിരിക്കാം ഹെർണിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പിന്നെ ഹെർണിയയുടെ ഉള്ളിൽ കുടൽ കയറിയെന്ന് തടസ്സം വരുവാണെങ്കിൽ നമുക്ക് ഛർദി, വയറ് വീർത്ത് വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ കാണാം. ഇതല്ലാതെ നമ്മളൊരു വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ കാണുമ്പോൾ ഈ ഹെർണിയ എന്ന് പറയുന്നത് പുറത്തേക്ക് ഒരു തടിപ്പായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോർമലായിട്ട് കിടക്കുമ്പോൾ അത് അകത്തേക്ക് പോകുന്നു. ഇതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഹെർണിയയുടെ ലക്ഷണം. പിന്നെ കാണുന്നതിൽ സ്ത്രീകളിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് പൊക്കിൾക്കൊടിയുടെ അല്ലെങ്കിൽ അംബിളിക്കൽ ഹെർണിയ എന്ന് പറയും. അത് മിക്കവാറും സ്ത്രീകളിൽ പ്രഗ്നൻസി കഴിഞ്ഞ് നോർമൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഹെർണിയകൾ അടഞ്ഞു പോകും. പക്ഷേ ചിലരിലെങ്കിലും അത് ഹെർണിയകളായിട്ട് തന്നെ നിൽക്കും. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അത് ഹെർണിയായി അവശേഷിക്കുന്ന സ്ത്രീകളിൽ അവർ തുടർന്നൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് സർജറിയിലേക്ക് പോകേണ്ടതാണ്. ഉടനെ തന്നെ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കോംപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാം. ഹെർണിയ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മരുന്നുകളിലൂടെ ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയല്ല. ഹെർണിയയ്ക്ക് നിർബന്ധമായും സർജറി തന്നെ വേണം. നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോഴോ കൂടുതൽ തടിപ്പുകളായിട്ട് കാണുന്ന മുഴകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ള ഒരു സർജനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്.